ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജിയോ മെന്റർ. ഞാൻ സൂരജ് കോടിയേരി. അപ്പൊ നമ്മൾ ഇന്ന് ASMന് വരാൻ സാധ്യതയുള്ള അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം എഴുതുന്നവർക്കായിട്ട് ജോഗ്രഫിയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻസ് വരുമോ എന്ന്. അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ അതെങ്ങനെ ചെയ്യണം, രണ്ട് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സുകൾ ഏതൊക്കെയാണ്, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. യെസ്, പ്രസ്താവനയുള്ള ചോദ്യമല്ലേ. ഒരുവിധം ഞാനിപ്പോ സ്റ്റുഡൻസിനെ ടീച്ച് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാവരും ഒരുപോലെ, അല്ലെങ്കിൽ എക്സാം കഴിയുമ്പോൾ എല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു സംഭവമാണ് സമയം കിട്ടിയിട്ടില്ല എന്നുള്ളത്. സമയം കിട്ടാറില്ല, ടൈം മാനേജ് ചെയ്യാൻ പറ്റിയില്ല, കുറെ ക്വസ്റ്റ്യൻസ് വിട്ട് കളയേണ്ട വന്നു, സമയം ഒട്ടും തന്നെ കിട്ടിയില്ല. രണ്ട്, സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ഭയങ്കര ടഫാണ് അല്ലെങ്കിൽ പാടാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് സ്റ്റുഡൻസ് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. ആക്ച്വലി സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും എളുപ്പം. ഇത് കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്തവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഈ ക്വസ്റ്റ്യൻസിലൂടെ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോ ഒരു വൺ വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യന് ഇപ്പോ ആനമുടിക്ക് എത്ര ഉയരമുണ്ട്, 1695 മീറ്റർ എന്ന് അറിയുന്നവർക്ക് മാത്രമേ അത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വൺ വേർഡിലുള്ള ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി ഏറ്റവും ടഫ് എന്ന് ഞാൻ പറയും. കാരണം ആ ക്വസ്റ്റ്യൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ഒരു പ്രസ്താവനയായിട്ടുള്ള ചോദ്യങ്ങൾ അങ്ങനെയല്ല. ഈ പറഞ്ഞപ്പോ ഈ മൂന്ന് ക്വസ്റ്റ്യൻ, മൂന്ന് സ്റ്റേറ്റ്മെന്റ്, ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് അറിഞ്ഞാലോ അല്ലെങ്കിൽ തെറ്റാണെന്ന് കണ്ടുപിടിച്ചാലോ നമുക്ക് എലിമിനേഷനിലൂടെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ ചോദ്യം നോക്കാം. എടാ, ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇനിയുള്ള കേരള PSC എക്സാമിന് നിങ്ങൾ പ്രധാനമായിട്ടും അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ടൈം മാനേജ്മെന്റ് ആയിരിക്കും. കാരണം പ്രസ്താവനയുള്ള ചോദ്യങ്ങൾ കുറെ വന്നിട്ടുണ്ട്. എന്ന് വിചാരിച്ച് ടഫായി എന്നല്ല, ഞാൻ പറഞ്ഞല്ലോ എങ്ങനെ ചെയ്യണം എന്ന് ഞാനിതാ പറഞ്ഞുതരാം. എന്റെ കൂടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങളും ചെയ്യുക. ഇത് നോക്കുക, ഇന്ത്യയിലെ ഗ്രാമീണ റോഡുകളെ ബന്ധപ്പെട്ട ശരിയായ വസ്തുത ഏതാണ്? ഇത് ഓൾറെഡി നമ്മുടെ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ 10th ലെവലിന് 2023 ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. PSCയുടെ ചോദ്യങ്ങൾ തന്നെയാണ് ഞാനും എടുത്തിരിക്കുന്നത്, അല്ലാതെ ഞാൻ ഉണ്ടാക്കിയ ചോദ്യമല്ല. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഗ്രാമീണ റോഡുകൾ എപ്പോഴും പ്രസ്താവനയുള്ള ചോദ്യം ആയിക്കോട്ടെ, എന്ത് ചോദ്യം ആയിക്കോട്ടെ, ഒരു പക്ക ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാനറിൽ ചെയ്യുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. നമ്മൾ ഇടക്ക് നമ്മുടെ കണ്ണ് ആദ്യം എവിടെയാ പോവുക? സ്റ്റേറ്റ്മെന്റിലേക്കാണ് പോവുക. ആ സ്റ്റേറ്റ്മെന്റിലേക്ക് ആദ്യം കണ്ണു പോകരുത്. ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നേരെ വൺ ബൈ വൺ ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പാർട്ടിൽ നിന്ന് തന്നെ വായിച്ചു തുടങ്ങുക. ഇത് നിങ്ങളുടെ സമയം ലാഭിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഗ്രാമീണ റോഡുകളെ ഞാൻ അണ്ടർലൈൻ ചെയ്തു. കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇന്ത്യയിലെ ഗ്രാമീണ റോഡുകളെ ഞാൻ അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ശരിയായ വസ്തുത ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഗ്രാമീണ റോഡുകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പഞ്ചായത്തൊക്കെ നിർമ്മിക്കുന്ന പഞ്ചായത്ത് റോഡുകളൊക്കെ ആയിരിക്കും അല്ലെ. ആ ഒരു തോട്ട് എന്റെ മനസ്സിൽ വരുന്നു. ഇനി നേരെ ഞാൻ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകുന്നു. ആദ്യം എന്താ ചെയ്യേണ്ടത്? ശരിയാണോ തെറ്റാണോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ശരിയായതല്ലേ. അപ്പൊ ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാം. ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു. തീർച്ചയായും ഗ്രാമങ്ങളിലുള്ള ആഭ്യന്തര സഞ്ചാരം എന്ന് വെച്ചാൽ ഗ്രാമങ്ങളിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള മൂവ്മെന്റ് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗ്രാമീണ റോഡ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി എന്താ ചെയ്യണ്ടേ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകരുത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റാണെന്നോ ശരിയാണെന്നോ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എലിമിനേഷൻ ചെയ്യുക. അതിനുശേഷമേ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വായിക്കാൻ പോലും പാടുള്ളൂ. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു, അത് ശരിയാണെന്ന് കിട്ടി, ഞാൻ എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്യും. അപ്പൊ ഒന്നില്ലാത്ത ഇവിടെ ഒന്നുണ്ടോ? എയിൽ ഒന്നുണ്ടോ? ഇല്ല. അപ്പൊ തന്നെ ഞാൻ എ എലിമിനേറ്റ് ചെയ്തു. അപ്പൊ എ അല്ല ആൻസർ എന്ന് നമുക്ക് കിട്ടി. എ എലിമിനേറ്റ് ചെയ്തു. എന്നിട്ട് വേണം നിങ്ങൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാൻ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് നിർവഹിക്കുന്നത്. തീർച്ചയായും ഗ്രാമീണ റോഡ് ഉണ്ടാക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പായിരിക്കും, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആയിരിക്കും. സ്വാഭാവികമായിട്ടും പഞ്ചായത്ത് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഇപ്പോ കോർപ്പറേഷൻ ആണെങ്കിൽ അത്, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി ആയിരിക്കും ഉണ്ടാക്കുന്നതും അതിന്റെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായും നമ്മൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കിട്ടി, ശരിയാണെന്ന് കിട്ടി. എന്താ ചെയ്യണ്ടേ? ആദ്യം എലിമിനേറ്റ് ചെയ്യും, എന്നിട്ട് തേർഡ് സ്റ്റേറ്റ്മെന്റിൽ അപ്പോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇല്ലാത്ത ഡി ഞാൻ എലിമിനേറ്റ് ചെയ്തു. ഡിയും ഞാൻ എലിമിനേറ്റ് ചെയ്തു. ഇനി ബിയോ സിയോ ആണ് ആൻസർ എന്ന് നമുക്ക് കിട്ടി. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. സംസ്ഥാന തലസ്ഥാനങ്ങളെ അല്ലെങ്കിൽ തലസ്ഥാനത്തെ
ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. ഒരു കാരണവശാലും ഗ്രാമീണ റോഡായിരിക്കില്ലല്ലേ സംസ്ഥാന തലസ്ഥാനത്തെയൊക്കെ ബന്ധിപ്പിക്കുന്നത്. അലുവയും മത്തിക്കറിയും പോലെ ഉണ്ടല്ലേ. അപ്പോൾ സംസ്ഥാന തലസ്ഥാനവും ഗ്രാമീണ റോഡുമായിട്ട് ഒരു ബന്ധവും കാണില്ല. അപ്പൊ തന്നെ നമുക്കൊരു കോമൺ സെൻസ് ഉള്ള ഏതൊരാൾക്കും തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് കണ്ടെത്താൻ പറ്റും. അപ്പോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉള്ളത് ബി ഞാൻ എലിമിനേറ്റ് ചെയ്തു. ഡയറക്റ്റ് നമുക്ക് ആൻസർ കിട്ടി സി. ഓക്കെ, അപ്പൊ ഇങ്ങനെ വേണം പക്ക ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാനറിൽ വേണം നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ. അപ്പൊ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ, ഒരുപാട് സമയമൊന്നും പിടിക്കില്ല. ഇതേ ക്വസ്റ്റ്യൻ ഞാൻ വേറൊരു രീതിയിൽ ചെയ്യാണ്. ഓക്കെ, ദേ ശ്രദ്ധിച്ചോളൂ, ഇതേ ക്വസ്റ്റ്യൻ ഞാൻ വേറൊരു രീതിയിൽ ചെയ്യാണ്. അതായത് ഗ്രാമീണ റോഡാണ് ചോദിച്ചത്, ശരിയായ പ്രസ്താവന. ശരിയായ പ്രസ്താവനയല്ലേ ചോദിച്ചത്? നേരെ ഓപ്പോസിറ്റ് തെറ്റായ പ്രസ്താവന ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് തെറ്റായ പ്രസ്താവന ഉണ്ടെങ്കിൽ അത് എലിമിനേഷനിലൂടെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ദേ ശരിയായതല്ലേ ചോദിച്ചത്, അപ്പൊ ഞാൻ തലതിരിഞ്ഞ് ആലോചിക്കും, എന്താണ് തെറ്റായ പ്രസ്താവന എവിടെയെങ്കിലും ഉണ്ടോ? ഒന്നാമത്തത് ശരി, ഇത് ശരി, ഓക്കെ. സംസ്ഥാന തലസ്ഥാനവും ജില്ലാസ്ഥാനവും ഒന്ന് സ്പീഡിൽ വായിച്ചു നോക്കുക, സ്റ്റേറ്റ്മെന്റുകൾ സ്പീഡിൽ അങ്ങ് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ തന്നെ നമുക്ക് കിട്ടും തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന്, അല്ലെ? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? തേർഡ് ഉള്ള എല്ലാ സ്റ്റേറ്റ്മെന്റ്സുകളും എലിമിനേറ്റ് ചെയ്യുന്നു. ഇവിടെയുണ്ട്, എയിലുണ്ട്, ബിയിലുണ്ട്, ഡിയിലുണ്ട്. എലിമിനേറ്റഡ്. യു ഗോട്ട് ദി ആൻസർ. സി ഇസ് ദി ആൻസർ. അപ്പൊ ഇങ്ങനെയും നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ശരിയായത് ചോദിച്ചാൽ തെറ്റായത് കണ്ടുപിടിക്കുക, തെറ്റായത് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയായത് കണ്ടുപിടിക്കുക, എലിമിനേറ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ അല്ലേ? ഗ്രാമീണ റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന റോഡാണ് ഗ്രാമീണ റോഡ്. 80%, ഇന്ത്യയുടെ 80% നമുക്ക് കാണുന്നത് ഗ്രാമീണ റോഡാണ്. അപ്പൊ ഈ കാര്യം മറക്കരുത്. ഗ്രാമീണ റോഡ് 80% ആണ്. ഇത് ഉണ്ടാക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇത് ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ദേ അതേപോലെ നമുക്ക് എക്സാമിന് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അതേപോലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. ദേ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ. ഇത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാം 2023 ചോദിച്ച അതേ കൈൻഡ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗതാഗതത്തിൽ നിന്ന് ഗ്രാമീണ റോഡൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അല്ല, റോഡുകളെ ഉൾപ്പെടുത്തിയിട്ട് ഗ്രാമീണ റോഡുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞു തന്ന അതേ മാനറിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. താഴെ പറയുന്ന, റെഡിയല്ലേ? വായിക്കട്ടെ. താഴെ പറയുന്ന 4 പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. നമ്മളിവിടെ എന്താ ചോദിച്ചേ? 4 പ്രസ്താവനയുണ്ട്. 4 പ്രസ്താവനയൊക്കെ കണ്ടാൽ എല്ലാവരും എന്ത് ചെയ്യുന്നറിയോ? സ്കിപ്പ് ചെയ്യും. എല്ലാം കഴിഞ്ഞ് വന്ന് അല്ലെ, ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റൗണ്ടിൽ ഇത് ചെയ്യാം എന്ന് വിചാരിക്കും. കാരണം 4 പ്രസ്താവനയുണ്ട്, ഇത് വായിച്ചു തീരാൻ കുറെ സമയം എടുക്കും, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്യും. സ്കിപ്പ് ചെയ്യുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, പക്ഷെ ഞാൻ പറയുന്നു എല്ലാവരോടും ഇത് ആദ്യം തന്നെ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ 10 സെക്കൻഡിലധികം വേണ്ട എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. 4 പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായതല്ലേ ചോദിച്ചത്? അപ്പൊ നമ്മൾ 1 by 1 ആയിട്ട് ഓരോ സ്റ്റേറ്റ്മെന്റ് വായിക്കും. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കുവാണേ. ഇന്ത്യയിലെ ദേശീയ പാതകൾ, സംസ്ഥാന പാതകൾ എന്ന് വെച്ചാൽ ഹൈവേകൾ എന്നിവ നിർമ്മാണ ചുമതല സംസ്ഥാന സർക്കാർക്കാണ്. ദേശീയപാത സംസ്ഥാന സർക്കാരോ? എന്താ, വീണ്ടും അലുവയും മത്തിക്കറിയും, അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ട് അത് തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും, അല്ലെ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് യു എലിമിനേറ്റഡ്. ഓക്കെ, ആദ്യം എന്താ ചെയ്യേണ്ടത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചാൽ അത് തെറ്റാണോ ശരിയാണോ എന്ന് പരിശോധിക്കുക. എന്നിട്ട് ഇനി എന്താ ചെയ്യണ്ടേ? നിങ്ങൾ പറ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വായിക്കലാണോ? വായിക്കരുത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിച്ചില്ലേ, അത് ഫസ്റ്റ് യു എലിമിനേറ്റഡ്. എലിമിനേഷൻ ചെയ്തതിന് ശേഷം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വായിക്കുക. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു, തെറ്റാണെന്ന് കിട്ടി. ഞാനിതാ എലിമിനേറ്റ് ചെയ്യുന്നു. ഇവിടെ ഒന്നുണ്ട് എലിമിനേറ്റഡ്, ഇവിടെ ഒന്നുണ്ട് എലിമിനേറ്റഡ്, ഇവയെല്ലാം എന്ന് വെച്ചാൽ ഇവിടെ ഒന്നുണ്ട് എലിമിനേറ്റഡ്. നമുക്ക് ആൻസർ ഡയറക്ട്ലി കിട്ടി. അതായത് 2 and 4 എ ആണ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടിയല്ലേ? ഇത് ആൻസർ കിട്ടാൻ ഞാൻ പറഞ്ഞല്ലോ 10 സെക്കൻഡ് മതി. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കേണ്ട ആ ഒരു സമയം മാത്രം മതി. 2, 3, 4 സ്റ്റേറ്റ്മെന്റ് വായിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ ആദ്യം എന്താ കരുതിയേ? 4 സ്റ്റേറ്റ്മെന്റ് ഉള്ള ക്വസ്റ്റ്യനാ. ഇത് വായിച്ചു തീരാൻ
അല്ലെങ്കിൽ ഇത് ആൻസർ ചെയ്യാൻ കുറേ സമയമെടുക്കും, സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. ആദ്യ പകുതിയിൽ തന്നെ നിങ്ങൾ ഇതങ്ങ് അറ്റൻഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ഒരു മാർക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഈവൻ ഗതാഗതത്തെ കുറിച്ച് ഒരു മാങ്ങാത്തോലി അറിയാത്തവർക്ക് പോലും ഇത് ആൻസർ ചെയ്യാൻ പറ്റൂലേ? ദേശീയപാത സംസ്ഥാന സർക്കാരല്ല ഉണ്ടാക്കുന്നത്, ദേശീയപാത ദേശീയ സർക്കാർ എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ ആയിരിക്കില്ലേ ഉണ്ടാക്കുന്നത്. അപ്പോ നമുക്ക് എ ആണ് ആൻസർ എന്ന് കിട്ടി. എന്നാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവേ. ആൻസർ എനിവേ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിന്റെ 80% ഗ്രാമീണ റോഡാണ്. ഇത് നമ്മൾ ഓൾറെഡി ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തീർച്ചയായും ഒരു ഡൗട്ടും വേണ്ട, ശരി തന്നെയാണ്. ഓക്കെ. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം. ഏറ്റവും കുറഞ്ഞ ഗതാഗത മാർഗം റോഡ് മാർഗമാണ്, റോഡ് ഗതാഗതമാണ്. ഒരിക്കലുമല്ല. ഏറ്റവും കുറവ് ഗതാഗത മാർഗം എന്ന് പറയുന്നത് ജലഗതാഗതമാണ്. എടാ, റോഡ് ഗതാഗതമാണോ ഏറ്റവും കൂടുതൽ ചെലവ് കുറഞ്ഞത്? നെവർ. പെട്രോളിനൊക്കെ എന്താ പൈസ 105-106 രൂപ കഴിഞ്ഞു അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം എന്ന് പറയുന്നത് റോഡല്ല, ജലമാർഗമാണ്. ജലമാർഗത്തിന് എന്താണ് ചെലവ് കുറയാൻ കാരണം? എന്താ? ഫ്രിക്ഷൻ കുറവല്ലേ, വെള്ളത്തിലൂടെയല്ലേ പോകുന്നത്, വെള്ളത്തിൽ സ്മൂത്ത് ആയിട്ട് പോവില്ലേ? പക്ഷെ റോഡിൽ അങ്ങനെയാണോ? ഫ്രിക്ഷൻ കൂടുതലല്ലേ, ഖരാവസ്ഥയിലല്ലേ? ആ ഒരു കാര്യം തന്നെ ഫിസിക്സ്. അപ്പോ നമുക്ക് ഇതും എലിമിനേറ്റ് ചെയ്തു. ചതുഷ്കോണ സൂപ്പർ ഹൈവേകളുടെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. സൂപ്പർ ഹൈവേ ദേശീയ പാതയിൽ തന്നെ വളരെ മികച്ചതായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയ്യുന്ന ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് വെച്ചാൽ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. ഈ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ഇന്ത്യയിലെ 4 നഗരങ്ങളെയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ അത് തീർച്ചയായും ഉണ്ടാക്കുന്നത് കേന്ദ്ര സർക്കാർ എന്ന് വെച്ചാൽ നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെയാണ്. എനിവേ, എന്താണ് ചതുഷ്കോണ ഹൈവേ എന്ന് നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലൂടെ പഠിക്കാം. ഓക്കെ, ഏതൊക്കെ നഗരങ്ങളെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്? ചതുഷ്കോണ സൂപ്പർ ഹൈവേ ഏതൊക്കെ നഗരം? മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, PSC യുടെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ. പറ, ഇതിന്റെ ആൻസർ പറയൂ. സുവർണ ചതുഷ്കോണം, അഥവാ ഇതിനെ സുവർണ ഗോൾഡൻ ചതുഷ്കോണം ക്വാഡ്രിലാറ്ററൽ. ഇത് ഏതൊക്കെ നഗരങ്ങളെയാണ് കണക്ട് ചെയ്യുന്നത്? എടാ, സുവർണ ചതുഷ്കോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ 4 മൂലകൾ എന്ന് വെച്ചാൽ വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, ഇങ്ങനെ 4 ദിശകളിലുള്ള 4 നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സൂപ്പർ ഹൈവേ ആണ്. എന്ന് വെച്ചാൽ 6, 7, 8 അല്ലെങ്കിൽ ഒരു 10 വരി പാതയാണ്. ഓക്കെ. അപ്പോ ശരിക്കും ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ 4 മൂലകളെ അല്ലെങ്കിൽ 4 വശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ പാത. 1, 2, 3, 4. വടക്ക് എന്ന് പറയുന്നത്, നോർത്ത് എന്ന് പറയുന്നത്, നിങ്ങൾ തന്നെ പറ, വടക്കുള്ള പ്രധാനപ്പെട്ട സിറ്റി ഇന്ത്യയുടെ ഏതാണ്? ഇന്ത്യയുടെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹി തന്നെയാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഡൽഹി. ഇനി കിഴക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നഗരം, ഈസ്റ്റ്, കിഴക്കുള്ള പ്രധാനപ്പെട്ട നഗരം ഏതാ ഇന്ത്യയുടെ? കൊൽക്കത്തയാണല്ലേ? അപ്പൊ കൊൽക്കത്തയാണ് അതിന്റെ ആൻസർ. ഇനി പടിഞ്ഞാറുള്ള അഥവാ വെസ്റ്റ് ഉള്ള പ്രധാനപ്പെട്ട നഗരം ഏതാണ്? നമ്മുടെ പടിഞ്ഞാറുള്ള ഏറ്റവും പ്രധാന നഗരം, ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം മുംബൈ ആണല്ലേ? ഓക്കെ, ഇത് കിട്ടിയാൽ തന്നെ നമുക്ക് ആൻസർ കുറെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. എനിവേ, തെക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന സുവർണ ചതുഷ്കോണം വെച്ച് സൗത്ത് കണക്ട് ചെയ്തിരിക്കുന്നത് തീർച്ചയായും നമ്മുടെ ചെന്നൈ ആയിട്ടാണ്. നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, സൗത്ത് ചെന്നൈ ഉണ്ട്, കൊച്ചി ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട് അല്ലെ? ഇതിൽ ഏത് നഗരമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? ചെന്നൈയും കൊച്ചിയും നിങ്ങൾ ആലോചിക്കുക, രണ്ടും കടൽ തീരമുള്ള സ്ഥലമാണ് അല്ലെ? ബാംഗ്ലൂർ അല്ല. അപ്പൊ ഇതുകൊണ്ട് ഈ റോഡ് കൊണ്ട് പ്രധാനമായിട്ട് പ്രയോജനം ഉണ്ടാവുന്ന ആർക്കായിരിക്കും? ട്രക്ക്, കണ്ടെയ്നർ, വലിയ വലിയ ലോറികളും ബുള്ളറ്റ് ടാങ്കറുകൾക്കൊക്കെയല്ലേ ഗുണം ഉണ്ടാവുക. എടാ, ബൈക്കുള്ള ഒരാളെ എങ്ങനെയും ചെറിയ റോഡിൽ പോലും സ്പീഡിൽ പോകാൻ പറ്റും. പക്ഷെ ലോറിക്ക് അങ്ങനെയാണോ? ട്രക്കിന് അങ്ങനെയാണോ? അല്ല, അവർക്ക് സ്ലോലിയേ പോകാൻ പറ്റും. അപ്പൊ ഇതുപോലുള്ള റോഡുകൾ കൊണ്ട് പ്രധാനമായിട്ടും പ്രയോജനം ഉണ്ടാവുന്നത് ഇതുപോലുള്ള ട്രക്ക് ഡ്രൈവേഴ്സിനായിരിക്കും. അപ്പൊ ട്രക്ക് കണക്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും? തുറമുഖങ്ങളെ ആയിരിക്കും. അപ്പൊ കൊച്ചി അല്ലെങ്കിൽ ചെന്നൈ ആണ് ആൻസർ. ബാംഗ്ലൂർ എലിമിനേറ്റഡ്. ഇങ്ങനെ ചിന്തിക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ പഠിച്ചതേ ആൻസർ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു എക്സാം എഴുതാൻ പറ്റില്ല. സോ യു തിങ്ക് ഇൻ ഡിഫറെന്റ് പേഴ്സ്പെക്ട്. അപ്പോ പല പേഴ്സ്പെക്റ്റിൽ ആലോചിക്കുക. ഫോർ എക്സാമ്പിൾ, ചെന്നൈ, കൊച്ചി, ഇതിൽ ഏത് നഗരത്തെ കണക്ട് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇതാ ഇങ്ങനെ ഓർത്താൽ മതി. എടാ, ചെന്നൈയിൽ 2 തുറമുഖമുണ്ട്, എണ്ണൂർ അഥവാ കാമരാജ് തുറമുഖവും ചെന്നൈ തുറമുഖവും. കൊച്ചിയിൽ ഒരു തുറമുഖല്ലേ ഉള്ളൂ. അപ്പൊ എവിടെയാ കണക്ട് ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ പറ.
ചെന്നൈ അല്ലേ? ചെന്നൈയാണ് കണക്ട് ചെയ്യുന്നത്. സോ മുംബൈ, ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ അല്ലേ? പറഞ്ഞേ. സൗത്ത്, ഈസ്റ്റ്, നോർത്ത്, വെസ്റ്റ്, അങ്ങനെ 4 നഗരങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു പാതയാണ് സുവർണ ചതുഷ്കോണം അഥവാ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. ക്ലിയർ അല്ലേ? മുന്നോട്ട് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോ ഓരോ ഏരിയാസ് നിന്ന് ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാണ്. ഗതാഗതത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ തീരസമതലത്തിലേക്ക്, ഇന്ത്യയുടെ ഭൂവിഭാഗങ്ങളിലേക്ക് വരുവാണ്. വായിച്ചാലോ? സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ തന്നെ. ഇത് കാണുമ്പോ ഇനി ആ ഒരു പേടി ഉണ്ടല്ലോ, അതങ്ങ് മാറണം. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ചാടി വീണ് ആൻസർ ചെയ്യണം. ഓക്കെ, നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീരവുമായി എപ്പോഴും കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യാൻ ശ്രമിക്കണം. കിഴക്കൻ തീര സമതലങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. കിഴക്കൻ തീരം. ഓക്കെ, ഇന്ത്യയുടെ, നിങ്ങൾ തന്നെ പറ, ഇന്ത്യയുടെ കിഴക്കൻ തീരം. ദാറ്റ് മീൻസ് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെ കുറിച്ചാണ്. തമിഴ്നാട്, ആന്ധ്ര, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ തീരത്തെ കുറിച്ച്. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. ഓക്കെ, PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും, കിഴക്കൻ തീരവുമായിട്ട് അറബിക്കടലിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? തൊട്ടപ്പുറമുള്ളത് ആരാ? ബേ ഓഫ് ബംഗാൾ അല്ലേ? ബംഗാൾ ഉൾക്കടലല്ലേ? അപ്പൊ തീർച്ചയായും ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാം എന്നർത്ഥം. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് കിട്ടി. ഇനി എന്താ ചെയ്യണ്ടേ? ആൻസർ ചെയ്യേണ്ട വിധം മനസ്സിലായില്ലേ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് കിട്ടി. ഇനി എന്താ ചെയ്യണ്ടേ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാൻ പാടുണ്ടോ? പാടില്ല. നമ്മൾ എന്താ ചെയ്യണ്ടേ? എലിമിനേഷൻ ചെയ്യണം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എലിമിനേറ്റ് ചെയ്യാണ്. ഇവിടെ ഒന്നുണ്ട് എലിമിനേറ്റഡ്, ഇവിടെ ഒന്നുണ്ട് എലിമിനേറ്റഡ്, ഇവിടെയും ഒന്നുണ്ട് എലിമിനേറ്റഡ്. സോ യു ഗോട്ട് ദി ആൻസർ വിത്തൗട്ട് റീഡിങ് സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്. കിട്ടിയില്ലേ? ഇപ്പൊ 2, 3, 4 പ്രസ്താവനകൾ വായിക്കാതെ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഈ തീരപ്രദേശത്തിനെ കുറിച്ച് ഒന്നും അറിയണ്ട. ഇന്ത്യയുടെ തീരപ്രദേശം കിഴക്കല്ല നമ്മുടെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ബേസിക് ഒരു കുഞ്ഞിന് പോലും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെല്ലാം സ്കിപ്പ് ചെയ്യും പ്രസ്താവനയുള്ള ചോദ്യം. എന്നിട്ട് അവസാനം മാത്സും ഇംഗ്ലീഷൊക്കെ ചെയ്തു വന്ന് ഇത് ചെയ്യാന്ന് വിചാരിക്കും. സമയം കിട്ടുമോ? ഇല്ല. കാരണം മാത്സിലൊക്കെ നമുക്ക് സമയം വേണം. സോ ഇപ്പൊ തന്നെ ചെയ്ത് പോണം. 10 സെക്കൻഡ് എടുത്തിട്ടുള്ളൂ ഈ ക്വസ്റ്റ്യനും ചെയ്യാൻ. സോ ഡോണ്ട് ഫോർഗെറ്റ്. അപ്പോ എന്തായാലും നമ്മൾ വന്നതല്ലേ, ഇതൊന്ന് പഠിച്ചിട്ട് പോവാം. താരതമ്യേന വീതി കുറവ്. തീർച്ചയായും കിഴക്കൻ തീരസമതലത്തില് വീതി കുറവല്ല, കൂടുതലാണ്. അതിലേക്ക് ഞാൻ വരാവേ. ഡെൽറ്റകൾ കാണപ്പെടുന്നു. തീർച്ചയായും കറക്റ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പോലും നമ്മുടെ ഇവിടെ സുന്ദർബൻസ് ആണ്. കിഴക്കൻ തീരത്തല്ലേ, ബംഗാളിലല്ലേ? അത്രയേ ഉള്ളൂ. സുന്ദര വനപ്രദേശം കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു. യെസ്, സുന്ദർബൻസ് തൊട്ട് കന്യാകുമാരി വരെയാണ് കിഴക്കൻ തീരം എന്ന് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോ ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാണ്. ഇവിടുന്ന് ക്വസ്റ്റ്യൻ വന്നാൽ ഇനി നിങ്ങൾ പെട്ടുപോകരുത്. നമ്മുടെ തീരപ്രദേശത്ത് നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ, കോൺസെപ്റ്റ് പരമായിട്ട് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ, എൻ്റെ ഈ സ്റ്റുഡൻസ്, ഇന്ന് കാണുന്ന എല്ലാ സ്റ്റുഡൻസിനും കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. ആ ഒരു രീതിയിൽ ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞു തരും. ആ 4 കാര്യങ്ങൾ പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. ഈ 4 കാര്യങ്ങളായിരിക്കും എക്സാമിന് മോസ്റ്റ്ലി ചോദിക്കുന്നത്. ഞാനിതാ ഇന്ത്യയുടെ മാപ്പ് ഒന്ന് എടുക്കുവാണ്. ഈ മാപ്പിൽ തന്നെ വളരെ വ്യക്തമായിട്ട് ഞാൻ അടയാളപ്പെടുത്തി പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാ ഇന്ത്യയുടെ ഒരു ഫിസിക്കൽ മാപ്പ് എടുക്കുന്നു. ഓക്കെ, ഇന്ത്യയുടെ ഒരു ഫിസിക്കൽ മാപ്പ് എടുക്കുന്നു. ഇവിടെ 2 തീരപ്രദേശം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ അതിൽ പടിഞ്ഞാറൻ തീരം മാർക്ക് ചെയ്യുകയാണ്. ഇതാണ് പടിഞ്ഞാറൻ തീരം. കിഴക്കൻ തീരം മാർക്ക് ചെയ്യുകയാണ്. ഇതാണ് കിഴക്കൻ തീരം. ഓക്കെ, ഇവ തമ്മിലുള്ള വ്യത്യാസം ഞാനിതാ അടുത്ത പേജിൽ എഴുതാൻ പോവാണ്. ഓക്കെ, കിഴക്കൻ തീരവും പടിഞ്ഞാറൻ തീരവും. പടിഞ്ഞാറൻ തീരം ഈ സൈഡ് തന്നെ എഴുതാം നമുക്ക്. പടിഞ്ഞാറൻ തീരം, അതുപോലെ കിഴക്കൻ തീരം. ഇവ തമ്മിൽ ഞാൻ പറഞ്ഞല്ലോ 4 വ്യത്യാസമാണ് ഉള്ളത്. ആദ്യം വീതിയിലുള്ള വ്യത്യാസം. ഓക്കെ, ആദ്യം വീതിയിലുള്ള വ്യത്യാസമാണ്. പടിഞ്ഞാറൻ തീരത്തിന് വീതി കുറവാണ്, അതേസമയം കിഴക്കൻ തീരത്തിന് വീതി കൂടുതലാണ്. ഈ കാര്യം മറക്കരുത്. ഓക്കെ, അപ്പോ പടിഞ്ഞാറൻ തീരത്തിന് വീതി കുറവാണ്, കിഴക്കൻ തീരത്തിന് വീതി കൂടുതലാണ്. ഇനി വീതി കൂടാൻ കാരണം എന്താണെന്ന് അറിയോ? വീതി കൂടാൻ കാരണം കിഴക്കൻ തീരത്തിന്, കിഴക്കൻ തീരത്ത് ഒരുപാട് നദികൾ എന്തുണ്ടാക്കുന്നുണ്ട്?
ഡെൽറ്റകൾ ഉണ്ടാക്കുന്നുണ്ട്. എടാ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, നമ്മുടെ തീരപ്രദേശം ഉണ്ടാക്കുന്നത്, എല്ലാവർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്, തീരപ്രദേശം ഉണ്ടാക്കുന്നത് തിരമാലയാണെന്നല്ല. തീരപ്രദേശം ഉണ്ടാക്കുന്നത് ആരാ? ഇത് ഈ നദികളാണ്. നദികൾ ഇതിന്റെ ചെളിയും മണ്ണും എന്ന് വെച്ചാൽ എക്കൽ നിക്ഷേപിച്ചുണ്ടാകുന്ന ഒരു ഭൂരൂപമാണ് തീരസമതലം. സോ ഡോണ്ട് ഫോർഗെറ്റ്. അപ്പോ നദികൾ അതിന്റെ ചെളി, മണ്ണ്, എന്തൊക്കെ പാറകളെല്ലാം എന്ന് വെച്ചാൽ എക്കൽ അഥവാ അലൂവിയം എന്ന് പറയും. അലൂവിയം ഡെപ്പോസിറ്റ് ചെയ്തുണ്ടാക്കുന്ന ഒരു വലിയ ഭൂരൂപമാണ് തീരസമതലം. തീരസമതലം ഉണ്ടാക്കുന്ന ആരാ? നദികൾ. ഇന്ത്യയിലെ പ്രധാന നദികളൊക്കെ എങ്ങോട്ടാ ഒഴുകുന്നത്? കിഴക്കോട്ടല്ലേ? അപ്പൊ ഈ നദികള് വലിയ തീരസമതലം എവിടെയാ ഉണ്ടാക്കിയിട്ടുണ്ടാവുക? കിഴക്കല്ലേ? അപ്പോ തീർച്ചയായും ഒരുപാട് നമുക്ക് ഡെൽറ്റകള് എവിടെ കാണാൻ പറ്റും? കിഴക്കൻ തീരത്ത് കാണാൻ പറ്റും. സുന്ദർബൻ ഡെൽറ്റ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ, ഗോദാവരി ഡെൽറ്റ, കൃഷ്ണ ഡെൽറ്റ, മഹാനദി ഡെൽറ്റ, കാവേരി ഡെൽറ്റ. അപ്പോൾ ഡെൽറ്റകൾ ഉണ്ടാക്കുന്നത് സ്വാഭാവികമായിട്ടും നദികൾ എവിടെയാണ്? കിഴക്കൻ തീരത്താണ്. ഇനി പടിഞ്ഞാറുള്ള നദികൾ, ഫോർ എക്സാമ്പിൾ കേരളത്തിലുള്ള നദികൾ അല്ലെ, കേരളം പടിഞ്ഞാറൻ തീരസമതലത്തിലെ കേരളത്തിലെ നദികൾ, പെരിയാർ. എറണാകുളത്ത് ഡെൽറ്റ ഉണ്ടാക്കിയതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൊടുങ്ങല്ലൂരിൽ ഇല്ല. ഭാരതപ്പുഴ പൊന്നാനി പതിക്കുന്നു, പൊന്നാനിയില് ഭാരതപ്പുഴ ഡെൽറ്റ ഉണ്ടായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തിരുവനന്തപുരംകാരാണോ നിങ്ങൾ? നിങ്ങളുടെ നദി നെയ്യാറ്, അവിടെ ഡെൽറ്റ ഉണ്ടാക്കിയിട്ടുണ്ടോ? പൂവാറില് ഇല്ല. കല്ലടയാറ്, കൊല്ലംകാരാണോ നിങ്ങൾ? കല്ലടയാറ് ഡെൽറ്റ ഉണ്ടാക്കിയതായിട്ട് കേട്ടിട്ടുണ്ടോ നീണ്ടകര പ്രദേശത്ത്? ഇല്ല. എന്ന് വെച്ചാ പടിഞ്ഞാറൻ തീരത്തിലുള്ള നദികൾ ഡെൽറ്റ ഉണ്ടാക്കുന്നില്ല. ഡെൽറ്റ ഉണ്ടാക്കാത്ത നദികള് പതനസ്ഥാനത്തെ നമ്മൾ അഴിമുഖം എന്നാണ് പറയുക, എസ്റ്റുറി. ഓക്കെ, അപ്പോ നദികൾ എസ്റ്റുറി അഥവാ ഈ പറഞ്ഞ അഴിമുഖങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഈ കാര്യം മറക്കരുത്. നദികൾ എന്താ ഉണ്ടാക്കുന്നത്? അഴിമുഖങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ അതും കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്നാമത്തെ പോയിന്റിലേക്ക് പോവാണ്. എടാ, അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിഴക്കൻ തീരവും പടിഞ്ഞാറൻ തീരവും ഈ പോയിന്റ് കൂടി പഠിച്ച സെറ്റാണ്. താഴ്ന്നുകൊണ്ടിരിക്കുന്ന തീരസമതലമാണ് പടിഞ്ഞാറൻ തീരം. അതേസമയം ഉയർന്നുകൊണ്ടിരിക്കുന്ന തീരസമതലമാണ് നമ്മുടെ കിഴക്കൻ തീരം. ഇതാണ് ഇവ തമ്മിലുള്ള അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. ഓക്കെ, ഒന്ന് താഴ്ന്നുകൊണ്ടിരിക്കുന്നു, രണ്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ പോയിന്റ് ഒരു കാരണവശാലും മറക്കരുത്. ഒന്ന് താഴ്ന്നുകൊണ്ടിരിക്കുന്നു, രണ്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? പിടികിട്ടിയല്ലേ? അപ്പോ ഈ കാര്യവും മറക്കരുത്, നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. ഓക്കെ, സോ നമ്മുടെ കേരളത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം എന്ന് മാത്രം ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ആൻസർ കിട്ടുന്നതാണ്. ഓക്കെ, കേരളം അല്ലേ ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന കുട്ടനാട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം? അത് മാത്രം ആലോചിച്ചാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും, മറക്കരുത്. അപ്പോ മൂന്നാമത്തെ പോയിന്റ്, നാലാമത്തെ പോയിന്റ്, അത് നിങ്ങൾക്ക് ആ ഒരു ഈ പറഞ്ഞ 3 പോയിന്റ്സിൽ നിന്ന് തന്നെ ആക്ച്വലി നാലാമത്തെ പോയിന്റ് കിട്ടും. താഴ്ന്നുകൊണ്ടിരിക്കുന്ന തീരസമതലം, ഉയർന്നുകൊണ്ടിരിക്കുന്ന സമതലം. ഇതിൽ എവിടെയായിരിക്കും തുറമുഖങ്ങൾക്ക് പറ്റിയ സ്ഥലം? സീ പോർട്സ് അല്ലെങ്കിൽ തുറമുഖങ്ങൾക്ക് പറ്റിയ സ്ഥലം എവിടെയായിരിക്കും? തുറമുഖങ്ങൾക്ക് അനുയോജ്യമായ സ്ഥലം തീർച്ചയായും നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലമായിരിക്കും തുറമുഖങ്ങൾക്ക് അനുയോജ്യമായ സ്ഥലം. അതേസമയം കിഴക്കൻ തീരോ തുറമുഖങ്ങൾക്ക് അനുയോജ്യം അല്ല, പ്രതികൂലമാണ്. ഈ ഒരു ഒറ്റ വ്യത്യാസം മാത്രമേ നിങ്ങൾ ഇവിടെ പഠിക്കണ്ടൂ. സെറ്റല്ലേ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ ഇവിടുന്ന് പടിഞ്ഞാറും കിഴക്കൻ തീരസമതലത്തിൽ നിന്ന് 4 പോയിന്റ്സ് ആണ് കോൺസെപ്റ്റിലായി ചോദിക്കുക. ആ 4 പോയിന്റ്സ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി മറന്നു പോരുതേ. ക്ലിയർ അല്ലേ? അപ്പോ ഒന്നുകൂടി ക്വസ്റ്റ്യൻ നോക്കിയേ. താരതമ്യേന വീതി കുറവ്, ആർക്കാ വീതി കുറവ്? പടിഞ്ഞാറിനാണ്, കിഴക്കല്ല. ഡെൽറ്റകൾ കാണപ്പെടുന്ന എവിടെയാ? കിഴക്കാണ്. സെറ്റ് അല്ലേ? സുന്ദർബൻസും കന്യാകുമാരി വരെയാണ് ഇത് നീണ്ടു കിടക്കുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കഴിഞ്ഞ കുറച്ച് എക്സാമുകളിലായിട്ട് കേരള PSC എപ്പോഴും സിയാച്ചിൻ എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 3 തവണ സിയാച്ചിൻ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സിയാച്ചിൻ, ഹിമാനി മറന്നു പോരുത്. അപ്പോ ഒരു ക്വസ്റ്റ്യൻ ഞാനിത് എടുത്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള യുദ്ധക്കളം. ഇതിൽ നിന്ന് ആദ്യത്തെ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചു അല്ലെ? സിയാച്ചിന്റെ പ്രത്യേകത എന്താ? ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധക്കളം അഥവാ യുദ്ധഭൂമി. ഇത് സന്ദർശിച്ച ആദ്യ പ്രധാനമന്ത്രിയാണ് ചോദിച്ചത്. തീർച്ചയായും ആദ്യമായിട്ട് സന്ദർശിക്കുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് 2005-ലാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാനിതാ ഈ ഒരു സ്ലൈഡിൽ എഴുതാം. സിയാച്ചിൻ ആദ്യമായിട്ട് സന്ദർശിച്ച
പ്രൈം മിനിസ്റ്റർ ആണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതെങ്കിൽ, എന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയാണ് ചോദിക്കുന്നതെങ്കിൽ, ആദ്യമായി സന്ദർശിച്ചത് മൻമോഹൻ സിംഗ് ആണ്, അല്ലെ? മൻമോഹൻ സിംഗ് ആണ്. അതേസമയം നിങ്ങളോട് ചോദിക്കുന്നത് ആദ്യമായിട്ട് സന്ദർശിച്ച പ്രസിഡന്റ് അഥവാ രാഷ്ട്രപതി ആണെങ്കിൽ, ആദ്യമായിട്ട് സന്ദർശിച്ച രാഷ്ട്രപതി അഥവാ പ്രസിഡന്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ അത് നമ്മുടെ APJ അബ്ദുൽ കലാം ആണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് സിയാച്ചിൻ സന്ദർശിക്കുന്ന വ്യക്തി. രാഷ്ട്രപതി 2004 അദ്ദേഹം സന്ദർശിക്കുന്നത്. മൻമോഹൻ സിംഗ് 2005. ഇനി സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ അഥവാ പ്രധാനമന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ അത് മോഡിയാണ്. മോഡി 2014 സന്ദർശിക്കുന്നത്. സെക്കൻഡ് പ്രസിഡന്റ് ഇനി ചോദിച്ചു കഴിഞ്ഞാൽ മോഡിക്ക് ശേഷം അതിനുശേഷം വന്ന രാംനാഥ് കോവിന്ദ് ആണ്. 2018 അദ്ദേഹം സന്ദർശിക്കുന്നത്. ഇനി റീസെന്റ് ആയിട്ട് തേർഡ് പ്രസിഡന്റ്, അതിനുശേഷം വന്ന പ്രസിഡന്റ് ആരാ? നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ദ്രൗപദി മുർമുവും സന്ദർശിച്ചിട്ടുണ്ട്. മുർമു സന്ദർശിച്ചത് 2023, കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷമാണ്. അപ്പോ ഇവരുടെ ഒന്നും പേര് മറക്കരുത്. ആദ്യം സന്ദർശിച്ചത് കലാം, അതിനുശേഷം സന്ദർശിച്ച രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, തേർഡ് സന്ദർശിച്ചത് മുർമു. ആദ്യം സന്ദർശിച്ച പ്രധാനമന്ത്രി ആരാണ്? മൻമോഹൻ സിംഗ് ആണ്. സെക്കൻഡ് സന്ദർശിച്ച പ്രധാനമന്ത്രി ആരാണ്? മോഡിയാണ്. അപ്പൊ എല്ലാവരുടെയും ഇയറും പേരും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, മറക്കരുത്. സിയാച്ചിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരും. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിമാനിയാണ് നമ്മുടെ സിയാച്ചിൻ. ഓക്കെ, ഇന്ത്യയുടെ ഏറ്റവും വലിയ ഹിമാനിയാണ് സിയാച്ചിൻ. അല്ലാതെ ലോകത്തിലെ അല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഹിമാനി എന്ന് പറയുന്നത് ലാംബർട്ട് ഹിമാനിയാണ്. ഇത് ഒരുപാട് പേര് തെറ്റിക്കാറുണ്ട്. ഇനി നിങ്ങളും തെറ്റിക്കാൻ ചിലപ്പോ ഇരുന്നതായിരിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ഹിമാനി ഇന്ത്യയിലൊന്നും അല്ല. അത് എവിടെ ആയിരിക്കൂടാ? അന്റാർട്ടിക്കയിലായിരിക്കൂലേ? മുള്ള ഐസ് മൂടപ്പെട്ട ഒരു ഭൂഖണ്ഡമല്ലേ അന്റാർട്ടിക്ക. അപ്പൊ അവിടെ ആയിരിക്കില്ലേ ഏറ്റവും വലിയ ഹിമാനിയൊക്കെ ഉള്ളത്. അപ്പോ ലോകത്തിലെ ഏറ്റവും വലുത് ലാംബർട്ട് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലുതാണ് സിയാച്ചിൻ. ഇനി ധ്രുവങ്ങളിൽ അല്ലാത്ത ഏറ്റവും വലിയ ഹിമാനി എന്ന് പറയുന്നത്, ധ്രുവങ്ങളിൽ അല്ലാത്ത ഏറ്റവും വലിയ ഹിമാനി എന്ന് പറയുന്നത് ഫെഡ്ചെങ്കോ ആണ്. അതും സിയാച്ചിൻ അല്ല, അത് ഫെഡ്ചെങ്കോ ആണ്. ഫെഡ്ചെങ്കോ തജിക്കിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാ? തജിക്കിസ്ഥാൻ. അപ്പൊ ഈ പോയിന്റ്സുകൾ ഒന്നും തന്നെ നിങ്ങൾ മറന്നുപോകരുത്, മാറിപ്പോകരുത്. ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാം അല്ലെ? അപ്പൊ സിയാച്ചിൻ ഇത്രയും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്, മറക്കരുത്. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. സിയാച്ചിനിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നുബ്രയാണ്. ഈ കഴിഞ്ഞ വർഷത്തിനിടെ 3 തവണ ചോദിച്ച ചോദ്യമാണിത്. നുബ്ര റിവർ പോയി പതിക്കുന്നത് ഷ്യോഗ് റിവറിലാണ്. അപ്പോ നുബ്ര ആരുടെ പോഷക നദിയാന്ന് ചോദിച്ചാൽ ഷ്യോഗിന്റെ. അപ്പൊ മറക്കരുത്, ഇതായിരിക്കും നിങ്ങൾക്ക് വരുന്ന ചോദ്യം. സിയാച്ചിൻ ഉത്ഭവിക്കുന്ന നദി നുബ്രയാണ്. ഈവൻ നുബ്ര താഴ്വര അറിയപ്പെടുന്നത് പോലും സിയാച്ചിനിലേക്കുള്ള കവാടം എന്നാണ്. ഇനി സിയാച്ചിനെ കുറിച്ച് മറ്റ് 2-3 കാര്യങ്ങൾ. സിയാച്ചിൻ അറിയപ്പെടുന്നത് റോസാപ്പൂക്കൾ സുലഭം എന്ന വാക്കിൽ നിന്നാണ് ആ ഒരു പേരുണ്ടായത്. 2, ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയാണ്. നമ്മുടെ സൈനികർ ഉപയോഗിക്കുന്ന ഹെലിപാഡ്, ആർമി പോസ്റ്റ്, ടെലിഫോൺ ബൂത്ത്, പോസ്റ്റൽ സർവീസ് എന്നിവയൊക്കെ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഹെലിപാഡ്. ആരൊക്കെയാ? ഹെലിപാഡ്, ആർമി പോസ്റ്റ്, ടെലിഫോൺ ബൂത്ത് ആൻഡ് ഒബ്വിയസ്ലി നമ്മുടെ ഈ പറഞ്ഞ പോസ്റ്റൽ സർവീസ്. സോ ഈ കാര്യം മറക്കരുത്. അപ്പൊ സിയാച്ചിൻ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ എഴുതും എന്ന് കരുതുന്നു. വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. നിങ്ങൾ എക്സാം എഴുതാൻ പോവാണോ നാളെ? അല്ലെ, 2-ാം തീയതി 9-ാം തീയതി ASMന്റെ എക്സാം എഴുതാൻ പോവാണോ? ഒരു ക്വസ്റ്റ്യൻ ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധ്യത ഏറ്റവും കൂടുതലുള്ളത്, ഞാൻ നിങ്ങൾക്ക് ഒരു 85-90% സാധ്യത ഞാൻ പറയും. അത് നമ്മുടെ ദേശീയ ജലപാത 1, 2, 3, 4, 5 5 ദേശീയ ജലപാതകൾ ചുമ്മാ പഠിച്ചിട്ട് പോവുക. എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. PSCക്ക് ദേശീയ ജലപാത വിട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ വളരെ അപൂർവമാണ്. അപ്പോ ദേശീയ ജലപാതയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും, നോക്കിക്കോ. അപ്പൊ ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നത് എവിടെയാണ്? ഇത് PSC തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2022 കോമൺ പ്രിലിമിനറി എക്സാമിന് 10th ലെവൽ. 1 എവിടെയാ? ഗംഗയിലാണെന്ന് എല്ലാവർക്കും അറിയാലോ. 1ാമത്തത് ഗംഗയിലാണ്. ഞാൻ ക്വസ്റ്റ്യൻ ആക്ച്വലി സിംപ്ലിഫൈ ചെയ്തു. എന്താ ഞാൻ ചെയ്തേ? ദേശീയ ജലപാത 1 ഏത് നദിയിലാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഗംഗയില അല്ലെ? ഇനി എന്ത് ചെയ്താൽ മതി? ഗംഗാ നദി ഒഴുകുന്ന സ്ഥലങ്ങളാണോ ഈ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് എന്ന് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി അല്ലെ?
ഗംഗ നദി ഒഴുകുന്ന സ്ഥലമല്ല കേരളം. അപ്പൊ തന്നെ നമുക്ക് ഇവനെ അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. കേരളമായിട്ട് ഗംഗയ്ക്ക് ഒരു ബന്ധവുമില്ല, കൊല്ലം കോട്ടപ്പുറം ഒക്കെ ആയിട്ട് അല്ലെ. കാക്കിനാട പുതുച്ചേരി, ആന്ധ്രാപ്രദേശ് പുതുച്ചേരിയുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടോ ഗംഗയ്ക്ക്? ഇല്ല. ഗംഗയ്ക്ക് സാദിയ ദുബ്രി, ആസാം അരുണാചൽ പ്രദേശുമായിട്ട് ഗംഗയ്ക്ക് ബന്ധമുണ്ടോ? ഇല്ല, എലിമിനേറ്റഡ്. അപ്പോ ഒബ്വിയസ്ലി നമ്മുടെ ആൻസറിന് സാധ്യത അലഹബാദ് ഹാൽദിയ ഇതായിരിക്കും. ആൻസർ കിട്ടി. തീർച്ചയായും ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നത് UP-യിലെ അലഹബാദിനെയും വെസ്റ്റ് ബംഗാളിലെ ഹാൽദിയയും തമ്മിലാണ്. അപ്പൊ മറക്കരുത്, നമ്മുടെ ദേശീയ ജലപാതയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും, വിട്ടുകളയരുത്. ഞാൻ 5 എണ്ണം പറയാം. 1, 2, 3, 4, 5. ഓക്കെ. നാഷണൽ വാട്ടർവേ 1, നാഷണൽ വാട്ടർവേ 2, നാഷണൽ വാട്ടർവേ 3, നാഷണൽ വാട്ടർവേ 4 ആൻഡ് 5. എവിടുന്ന് ക്വസ്റ്റ്യൻ വരുന്നത്? 1, ഇത് എവിടെയൊക്കെയാണ് തമ്മിൽ ബന്ധിപ്പിക്കുന്നത്, അതായിരിക്കും മോസ്റ്റ്ലി ക്വസ്റ്റ്യൻ വരിക. 1 ഗംഗയിലാണ്, 2 ഒബ്വിയസ്ലി നമ്മുടെ ബ്രഹ്മപുത്രയിലാണ്, 3 നമ്മുടെ കേരളത്തിലാണ്, മറക്കരുത്. 4 എന്ന് പറയുന്നത് ആന്ധ്രയിലും അതുപോലെ തമിഴ്നാടിലും ആയിട്ടാണ്. 5 എന്ന് പറയുന്നത് ഒഡീഷയിലാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒരു കാരണവശാലും വിട്ടുകളയരുത്. ഇനി ഇവ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ദേശീയ ജലപാത 1 അലഹബാദിനെ ആരുമായിട്ട് ബന്ധിപ്പിക്കുന്നു? ഹാൽദിയായിട്ട് ബന്ധിപ്പിക്കുന്നു. ഓക്കെ. 2 ബ്രഹ്മപുത്ര ഒഴുകുന്ന 2 സ്റ്റേറ്റ് ഏതാ? അരുണാചലും ആസാമും അല്ലേ? അരുണാചലിലെ സാദിയയിൽ നിന്ന് ആസാമിലെ ദുബ്രി വരെയാണിത്. ഇനി കേരളത്തിലെ ഇത് തീർച്ചയായും നമ്മുടെ കൊല്ലം തൊട്ട് കോട്ടപ്പുറം അല്ല, ശരിക്കും കോഴിക്കോടാണ്. പക്ഷെ ചിലപ്പോൾ PSC പണ്ട് കോട്ടപ്പുറം വരെയായിരുന്നു, മലപ്പുറത്ത് കോട്ടപ്പുറം വരെ. അപ്പൊ അത് ഇപ്പോഴും തുടരുന്നുണ്ട്. LSTS എക്സാമിന് മാത്രമാണ് 2025 ആദ്യമായിട്ട് മാറ്റി ചോദിച്ചത്. 2016 മാറിയതാണ്. PSC ഇനിയും മാറിയിട്ടില്ല. 9 വർഷമായിട്ട് ഇപ്പോഴും കൊല്ലം കോട്ടപ്പുറം എന്ന് തന്നെ ഓപ്ഷനിൽ ഇടാറുണ്ട്. എനിവേ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്ന കൊല്ലം തൊട്ട് കോഴിക്കോട് വരെയാണ്. അഥവാ ഓപ്ഷനിൽ കോട്ടപ്പുറം കാണുവാണെങ്കിൽ അത് നിങ്ങൾക്ക് കുത്താവുന്നതാണ്. ദേശീയ ജലപാത 4 കണക്ട് ചെയ്യുന്നത് കാക്കിനാടയിൽ നിന്ന് പുതുച്ചേരി വരെയാണ്. വില്ലുപുരം വരെയായിരുന്നു, ഇപ്പൊ പുതുച്ചേരി വരെ നീട്ടിയിട്ടുണ്ട്. 5 കണക്ട് ചെയ്യുന്നത് ഒഡീഷയിലെ 2 സ്ഥലങ്ങളാണ്, താൽച്ചർ അതുപോലെ ധാമ്ര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. അപ്പൊ ഈ പോയിന്റും നമ്മൾ പഠിച്ചു. ഇതൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാന ചോദ്യം. ഇനി ഇയർ ചോദിക്കും. ഇതൊക്കെ വന്നത് ആദ്യത്തെ 3 എണ്ണത്തിന്റെ ഇയർ പഠിച്ചു പോയാൽ മതി, അതായിരിക്കും മോസ്റ്റ്ലി ചോദിക്കുക. 1986 ഇത് വന്നത്. ഇത് മാത്രം ഓർത്താൽ മതി. 1986 എടാ, ദേശീയ ജലഗതാഗത അതോറിറ്റി വന്നത് 86. ജലഗതാഗത അതോറിറ്റി വന്ന് എന്താ ചെയ്തത്? ജലഗതാഗത അതോറിറ്റി വന്നിട്ട് ആദ്യത്തെ ദേശീയ ജലപാതയായ 1 അങ്ങ് ഉണ്ടാക്കി 86 തന്നെ. എന്നിട്ട് 2 വർഷം കഴിഞ്ഞപ്പോ 2ാമത്തെ ദേശീയ ജലപാത കൊണ്ടുവന്നു. ഇങ്ങനെ ഓർത്താൽ മതി. അപ്പൊ 86 മാത്രം ബേസിക്കലി ഓർത്താൽ മതി. 86 വന്നിട്ട് 2 വർഷം കഴിഞ്ഞപ്പോ 2ാമത്തെ ജലപാത വന്നു. അപ്പൊ 3ാമത്തെയോ 1903. 3ാമത്തെ ജലപാത 1993 വന്നത് എന്ന് ഓർത്താൽ മതി. ഈ 3 എണ്ണമാണ് മോസ്റ്റ്ലി ചോദിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട 2-3 പോയിന്റ്സ് കൂടി എക്സാമിന് വരെ. 1, നമ്മുടെ കേരളത്തിലെ ദേശീയ ജലപാതയെ വിളിക്കുന്ന പേര് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നാണ്. എന്താ? വെസ്റ്റ് കോസ്റ്റ് കനാൽ. അപ്പൊ ഈ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് പറയുന്ന കേരളത്തിന്റെ ദേശീയ ജലപാത, അതായത് ദേശീയ ജലപാത 3 ഇനി അതേസമയം ഒഡീഷയിലുള്ള ദേശീയ ജലപാതയാണ് ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് വിളിക്കുന്നത്. അവിടെ കേരളം വെസ്റ്റ് കോസ്റ്റിലല്ലേ, പടിഞ്ഞാറൻ തീരത്തല്ലേ, ഒഡീഷ ഈസ്റ്റ് കോസ്റ്റ് അല്ലല്ലേ, അത് ആലോചിച്ചാൽ മതി. ഓക്കെ. ഇനി ഒരു പോയിന്റ് കൂടി ഞാൻ എക്സ്ട്രാ എഴുതുന്നു. ബക്കിംഗ്ഹാം കനാൽ. നമുക്ക് കനോലി കനാലൊക്കെ ഇല്ലേ മലപ്പുറത്തും നമ്മുടെ കോഴിക്കോടൊക്കെ, അതേപോലെ ബക്കിംഗ്ഹാം കനാൽ ബ്രിട്ടീഷ് നിർമ്മിത കനാലാണ്. അവർ ഈ കാക്കിനാടയും വില്ലുപുരത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് പണ്ടൊരു കനാൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കനാൽ വഴിയാണ് നമ്മുടെ ദേശീയ ജലപാത 4 പോകുന്നത്. അപ്പൊ ഈ 5 ദേശീയ ജലപാത ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? പറയൂ, ആൻസർ ചെയ്തേ. നമ്മൾ പഠിച്ചില്ലേ? ബ്രഹ്മപുത്ര നദിയിൽ 1ാമത്തെ ക്ലൂ, സാദിയ മുതൽ ദുബ്രി വരെ 2ാമത്തെ ക്ലൂ, ദേശീയ ജലപാത ഏത്? ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ദേശീയ ജലപാത 2 ആണ് ആൻസർ. സി ആണ് ആൻസർ അല്ലെ? അപ്പൊ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ അല്ലേ? ഇനി ആണവോർജ നിലയം. ആണവോർജ നിലയത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത കൂടുതലാണ്.
എടാ നദികളൊന്നും പഠിച്ച് കുറേ സമയം എന്ത് ചെയ്യരുത്, ഈ ഒരു അവസാന നിമിഷം ജോഗ്രഫിയിൽ നദിയൊന്നും പഠിച്ചിട്ട് സമയം കളയരുത്. ഒറ്റ കാര്യം ചെയ്താൽ മതി, ആണവോർജം നിലയം പഠിക്കുക, ഇരുമ്പുരുക്ക് ശാലകൾ പഠിക്കുക. കാരണം നദിയൊന്നും നമുക്ക് ഇപ്പൊ കയ്യിൽ ഒതുങ്ങാത്ത സാധനങ്ങളാണ്, ഒരുപാടുണ്ട് പഠിക്കാൻ. ആണവോർജ നിലയം ഒരു 5-6 ഉണ്ട്, പഠിച്ചിട്ട് പോയിക്കോ, ആൻസർ കിട്ടും. ദേ ഞാൻ പറഞ്ഞുതരാം. ആണവോർജ നിലയമായ കൈഗ ഏത് സംസ്ഥാനത്താണ് എന്നാണ് എക്സാമിന് ചോദിച്ചത്. കൈഗ സ്ഥിതി ചെയ്യുന്നത് തീർച്ചയായും കർണാടകയിലാണ്. അപ്പൊ ഞാൻ ആണവോർജ നിലയങ്ങൾ ഏതൊക്കെയാണെന്ന് ഇവിടെ എഴുതുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എക്സാമിന് വരാനുള്ള സാധ്യത കൂടുതലാണ്. ആദ്യം തന്നെ നമുക്ക് അങ്ങ് ഉത്തർപ്രദേശിൽ നിന്ന് തുടങ്ങാം. നറോറ ആദ്യത്തേതാണ്. നറോറ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഇനി രണ്ടാമത്തതാണ് നമ്മുടെ രാജസ്ഥാനിലെ റാവത്ത് ഭട്ട. ആരാണ്? റാവത്ത് ഭട്ട അല്ലെങ്കിൽ കോട്ട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ളത് കൊണ്ട് കോട്ട ആണവോർജ നിലയം എന്നും വിളിക്കും. ഇത് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ഇനി നമുക്ക് മഹാരാഷ്ട്രയിലേക്ക് വരാം. മഹാരാഷ്ട്രയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ആണവോർജ നിലയമായ താരാപൂർ കാണാൻ പറ്റും. ഇത് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. സെറ്റല്ലേ? അത് കഴിഞ്ഞാൽ ഇനി നേരെ നമുക്ക് കർണാടകയിലേക്ക് വരാം. കർണാടകയിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു, കൈഗയാണ് കർണാടകയിലെ ആണവോർജ നിലയം. നമ്മൾ ഗുജറാത്തിലെ ഒരു സ്ഥലം വിട്ടുപോയിട്ടുണ്ട്, കാക്രപ്പാറ അല്ലെങ്കിൽ കാക്രപ്പാറ എന്നറിയപ്പെടുന്ന ആണവോർജ നിലയം ഗുജറാത്തിലാണ്. ഇനി നമുക്ക് തമിഴ്നാട്ടിലേക്ക് വരാം. തമിഴ്നാട് 2 ആണവോർജ നിലയമാണുള്ളത്. ഒന്ന് കൽപ്പാക്കം, അതുപോലെ 2 കൂടംകുളമാണ്. കൂടംകുളം നമ്മുടെ കന്യാകുമാരിയുടെ ഒക്കെ അടുത്തുള്ള തൂത്തുക്കുടിയുടെ ഒക്കെ അടുത്തുള്ള ആണവോർജ നിലയാണ്. കൽപ്പാക്കം എന്ന് പറയുന്നത് ചെന്നൈയുടെ അടുത്താണ്. ചെന്നൈ ആണവോർജ നിലയം, മദ്രാസ് ആണവോർജ നിലയം എന്നും ഇതിന് പേരുണ്ട്. എടാ ഈ ഒരു 7 എണ്ണം പഠിച്ചിട്ട് പോയിക്കോ, എക്സാമിന് ചോദിക്കുക. ഏറ്റവും ആദ്യത്തെ താരാപൂർ ആണ്. അതുപോലെ കൈഗക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഏറ്റവും കൂടുതൽ ദിവസം, എനിക്ക് തോന്നുന്നു 298 അത്രയും ദിവസം കണ്ടിന്യൂസ്ലി പ്രവർത്തിച്ച്, എനിക്ക് കൃത്യമായിട്ട് ഈ ഡേയ്സ് ഓർമ്മയില്ല, കണ്ടിന്യൂസ് ആയിട്ട് 200-290 അത്രയും ഡേയ്സ് കണ്ടിന്യൂസ്ലി പ്രവർത്തിച്ച് ലോകത്തെ റെക്കോർഡ് നേടിയ ആണവോർജ നിലയമാണ് കൈഗ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും, മറന്നു പോരുത്. അപ്പൊ കൈഗ എവിടെയാ? കർണാടക. അടുത്തത് പറ, നമ്മൾ പഠിച്ചില്ലേ? താഴെ പറയുന്നതിൽ ഏതാണ് ഗുജറാത്തിൽ ആരാ? കാക്രപ്പാറ. കിട്ടിയില്ലേ? അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും ഈ ഒരു ചോദ്യം. അപ്പൊ ഒരു കാരണവശാലും വിട്ടുകളയരുത്, നിർബന്ധമായും എഴുതാം. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം കൂടി ഞാൻ അതുമായി ബന്ധപ്പെട്ടതൊന്ന് ചോദിക്കുന്നു. ഭൗമതാപോർജ പ്ലാന്റ്, ജിയോ തെർമൽ എനർജി ഉള്ള സ്ഥലങ്ങൾ ഇതിൽ ഏതാണ് എന്ന് എക്സാമിന് ചോദിക്കും. ഇത് 10th പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഇതിൽ ആരാണ് ഭൗമതാപോർജ നിലയം? മണികരണം എവിടെയാ? ഹിമാചൽ പ്രദേശാണ്. ഇവിടെ നിന്നുള്ള ചോദ്യങ്ങൾ ഞാൻ പറയാം. ഇത് ആകെ ഒരു 4 എണ്ണേ പഠിക്കണ്ടു. 4 എണ്ണം പഠിച്ചിട്ട് പോവുക, എക്സാമിന് ചോദിക്കും കേട്ടോ. എടാ ജിയോ തെർമൽ എനർജി എന്നാണ് ഇതിന് പറയാം. ജിയോ എന്ന് വെച്ചാ ഭൂമിയല്ലേ, ഭൗമ. തെർമൽ എനർജി എന്ന് വെച്ചാ താപോർജം. അപ്പൊ ജിയോ തെർമൽ എനർജി നിലയങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന 4 എണ്ണമാണ് എക്സാമിന് ചോദിക്കുക. ഓർത്തു വെക്കുക. ആദ്യത്തത് ഏതാ? തീർച്ചയായും നമ്മൾ ഇപ്പൊ പഠിച്ച മണികരൺ. ഹിമാചൽ പ്രദേശിലാണ് മണികരൺ. കുളു താഴ്വരയുടെ ഒക്കെ അടുത്താണ്. ഓക്കെ, അടുത്തത് രണ്ടാമത്തതാണ് പുഗാ താഴ്വര. എന്താണ്? പുഗാ താഴ്വര എന്ന് വെച്ചാൽ ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തതാണ് തത്തപ്പാനി എന്ന് പറഞ്ഞ 2 സ്ഥലങ്ങളുണ്ട്. ഈ പറഞ്ഞ ജിയോ തെർമൽ എനർജി പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലം ഛത്തീസ്ഗഡിലാണ്. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റ് റീസെന്റ് ആയിട്ട് കണ്ടുപിടിച്ച ഒരു സ്ഥലമുണ്ട്, നമ്മുടെ ഗുജറാത്തിലെ കമ്പത്ത് അഥവാ കാംബെ ഉൾക്കടലൊക്കെ ഉണ്ടല്ലോ, അതിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് കണ്ടുപിടിച്ചത്. അപ്പൊ തീർച്ചയായും ഇത് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. അപ്പൊ ആണവോർജ നിലയത്തിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും. അപ്പൊ നിങ്ങൾ വിട്ട് കളയരുത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് റെയിൽവേയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. റെയിൽവേയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെയാണ്? തീർച്ചയായും കൊങ്കൺ ബന്ധിപ്പിക്കുന്നത് റോഹ, മംഗലാപുരം എന്നീ സ്ഥലങ്ങളെയാണ്. ഇന്ത്യയുടെ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഇന്ത്യയുടെ ഈ പടിഞ്ഞാറൻ തീരത്തെ വിളിക്കുന്ന പേരാണ് കൊങ്കൺ. ഓക്കെ, ഇതാണ് കൊങ്കൺ. മഹാരാഷ്ട്ര, കർണാടക, ഗോവ തീരത്തെ പൊതുവെ വിളിക്കുന്ന പേരാണ് കൊങ്കൺ. ഇതിലൂടെ ഒരു റെയിൽവേ പാത കടന്നു പോകുന്നുണ്ട്. കർണാടകയുടെ മംഗലാപുരം തൊട്ട്
മഹാരാഷ്ട്രയിലെ മുംബൈക്കടുത്ത് മുംബൈ അല്ല, ചിലപ്പോ ആൻസറിൽ മുംബൈ എന്ന് തരാം. കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ മുംബൈയുടെ തെക്ക് ഭാഗത്ത് റോഹയിലാണ് ഇത് ബന്ധിപ്പിക്കുന്നത്. എവിടെ തൊട്ട്? നമ്മുടെ മംഗലാപുരം മുതലാണ് ഇത് തുടങ്ങുന്നത്. അപ്പൊ ഈ പോയിന്റ്സ് ഒരിക്കലും മറക്കരുത്, എക്സാമിന് ചോദിക്കും. അപ്പോ കൊങ്കൺ മംഗലാപുരം തൊട്ട് റോഹ വരെ സ്ഥിതി ചെയ്യുന്ന ഒരു റെയിൽവേ പാതയാണ്. സെറ്റല്ലേ? അപ്പോൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചെയ്യാം. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയുടെ പേര് റാഡ്ക്ലിഫ് ലൈൻ എന്നാണ്. കാരണം ഇത് വരച്ചത് സിറിൽ റാഡ്ക്ലിഫ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ഇതുപോലുള്ള 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സാമിന് വരും, മറന്നു പോരുത്. ഇന്ത്യ ചൈന അതിർത്തിയുടെ പേരെന്താണെന്ന് ചോദിക്കും. ഇത് വരച്ച ആളുടെ പേര് ഹെൻറി മക്മോഹൻ എന്നാ. അപ്പോ എന്തായിരിക്കും ലൈനിന്റെ പേര്? മക്മോഹൻ ലൈൻ. കാരണം ഇത് വരച്ചതാരാ? ഹെൻറി മക്മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ്. ഇനി നിങ്ങൾക്ക് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള രേഖ ചോദിക്കും. ഇന്ത്യയായിട്ട് ഒരു ബന്ധവുമില്ല, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമാണ്. ഇതിങ്ങനെ ഓർത്താൽ മതി. പാകിസ്ഥാൻ തീവ്രവാദ പ്രവർത്തനങ്ങൾ അല്ലെ, സേഫ് ഹാവൻ ഓഫ് ടെററിസ്റ്റ് എന്നറിയപ്പെടുന്ന പാകിസ്ഥാൻ. അപ്പോ ഒരു ദുരന്തം പിടിച്ച രാജ്യമാണ് അല്ലെ? തീർച്ചയായും. തൊട്ടപ്പുറമുള്ളത് അഫ്ഗാനിസ്ഥാൻ. ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് താലിബാൻ ഗവൺമെന്റ് ആണ്. അപ്പൊ തീർച്ചയായും ദുരന്തം പിടിച്ച 2 രാജ്യങ്ങളുടെ ഇടയിലുള്ള രേഖയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടോ അതിന്റെ പേര് ദുരന്ത് എന്നൊന്നും അല്ല കേട്ടോ, ഡ്യൂറന്റ് ലൈൻ എന്നാണ് വിളിക്കുന്നത്. ഡ്യൂറന്റ് അഥവാ ദുരന്ത് എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ഡ്യൂറന്റ് ലൈൻ എന്നാണ് വിളിക്കുക. അപ്പോ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ പുതിയ വീഡിയോസുമായിട്ട് കാണാം. നിങ്ങളുടെ ASM എഴുതുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. വിൽ സീ ഇൻ ദി നെക്സ്റ്റ് സെഷൻ. ബൈ ഓൾ ഓഫ് യു.